ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. വർക്ക് ആൻഡ് എനർജി, പ്രവൃത്തിയും ഊർജ്ജവും എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് വർക്ക് ഡൺ? പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പ്രവൃത്തി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കണം. സോ നമ്മൾ എങ്ങോട്ടേക്കാണോ ഫോഴ്സ് കൊടുക്കുന്നത്, എങ്ങോട്ടേക്കാണോ ബലം കൊടുക്കുന്നത്, അതേ ദിശയിൽ ഒരു സ്ഥാനാന്തരം ഉണ്ടാകുമ്പോഴേ അവിടെ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. സോ നമുക്ക് പറയാം, പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ: ഒന്ന് ഫോഴ്സ് അല്ലെങ്കിൽ ബലമാണ്, രണ്ട് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരമാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തു 10 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ 2 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ അളവ് കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ കണ്ടുപിടിക്കണം വർക്ക് ഡൺ. എന്താ വർക്ക് ഡൺ? നമുക്കറിയാം, കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആണ്. 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. എങ്ങനെയാ വർക്ക് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഒരു വസ്തുവിനെ നീക്കാനോ നിരക്കാനോ തള്ളാനോ വലിക്കാനോ ഒക്കെയുള്ള വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്താ, വസ്തുവിനെ തള്ളാനോ വസ്തുവിനെ വലിക്കാനോ വസ്തുവിനെ നീക്കാനോ വസ്തുവിനെ നിരക്കാനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി വെക്കാം, അവിടെ പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. ഇവിടെ 10 ന്യൂട്ടൺ ബലം കൊടുത്തു, ഉണ്ടായി 2 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ്. സോ 10 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 20 ജൂൾ എന്ന് നമുക്ക് ആൻസർ കിട്ടി. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സോ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മളിവിടെ വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി കണ്ടുപിടിക്കാൻ ബലത്തിനെയും സ്ഥാനാന്തരത്തിനെയും കൂടെ ഗുണിച്ചു, കിട്ടി 20 ജൂളാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വർക്ക്? വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. സോ നമുക്ക് പറയാം, വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. എന്നാൽ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ജൂളിനെയാണ്, വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ J. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ക്ലാസിഫൈ ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് വർക്ക് ആസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വർക്ക്. വർക്ക് 2 തരത്തിലുണ്ട്, പ്രവൃത്തി 2 തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ് പ്രവൃത്തിയും 2 നെഗറ്റീവ് പ്രവൃത്തിയും. സോ നമ്മളോട് പറഞ്ഞു, ഇവിടെ തന്നിരിക്കുന്ന 2 എക്സാമ്പിളുകളിൽ തന്നിട്ടുള്ള പ്രവൃത്തി പോസിറ്റീവ് പ്രവൃത്തിയാണോ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രവൃത്തിയാണോ എന്ന് പറഞ്ഞു വെക്കണം. സോ പോസിറ്റീവ് വർക്കാണെങ്കിലും നെഗറ്റീവ് വർക്കാണെങ്കിലും ഉള്ള വ്യത്യാസം എന്താ? ഇത്ര മാത്രം നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണോ, അതിനെ പോസിറ്റീവ് വർക്ക് എന്ന് വിളിക്കുന്നു. ഇനി ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയെ അല്ലെങ്കിൽ വർക്കിനെ നമ്മൾ നെഗറ്റീവ് വർക്ക് എന്ന് പേരിട്ട് വിളിക്കുന്നു. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വർക്ക് ഡൺ ബൈ എ മാൻ ഓൺ എ ബ്ലോക്ക് വെൻ ലിഫ്റ്റിംഗ് ഇറ്റ് ഫ്രം ദ ഗ്രൗണ്ട്. തറയിൽ നിന്നും ഒരു ബ്ലോക്കിനെ മുകളിലോട്ടേക്ക് ഉയർത്തുമ്പോൾ അവിടെ മനുഷ്യൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തി പോസിറ്റീവ് പ്രവൃത്തിയാണോ നെഗറ്റീവ് പ്രവൃത്തിയാണോ എന്ന് കണ്ടുപിടിക്കണം. വളരെ എളുപ്പത്തിൽ ഇത്തരത്തിൽ പോസിറ്റീവ് പ്രവൃത്തിയും നെഗറ്റീവ് പ്രവൃത്തിയും കണ്ടുപിടിക്കാം. എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. നമ്മൾ ആദ്യം ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ഥാനാന്തരത്തിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. സ്ഥാനാന്തരത്തിന്റെ ഡയറക്ഷൻ ഇവിടെ മുകളിലോട്ടേക്കാ. എന്താ കാരണം? ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഈ വസ്തുവിനെ മുകളിലോട്ടേക്ക് ഉയർത്തി എന്നുള്ളതാണ്. സോ ഇവിടെ വസ്തുവിന് ഒബ്ജക്റ്റിന് ഉണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടേക്കാണ് എന്ന് കിട്ടി. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം, ഇവിടെ ചെയ്തിരിക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, ഫോഴ്സിന്റെ ദിശ എങ്ങോട്ടേക്കാണ്. നമുക്കറിയാം, ഈ ഒരു വസ്തുവിനെ മുകളിലോട്ടേക്ക് ഉയർത്തിയിരിക്കുന്നത് ഈ മനുഷ്യനാണ്. ഈ മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയെ കുറിച്ചാണ് ചോദിച്ചത്. സോ ഇവിടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിലോട്ടേക്കാണ്. സോ നമുക്ക് കിട്ടി ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും, അതായത് ബലത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും ദിശ ഒരേ ദിശയിലാണ്, ഒരേ ഡയറക്ഷനിലാണ്. അത്തരത്തിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ബലവും സ്ഥാനാന്തരവും ഒരേ ദിശയിലാണെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്, വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് വർക്ക് ആയിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇത്ര മാത്രമേ നോക്കേണ്ടതുള്ളൂ. ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും ഒരേ ഡയറക്ഷനിലാണോ, പോസിറ്റീവ് വർക്ക് ആയിരിക്കും. കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഓൺ എ ബ്ലോക്ക് വെൻ ഇറ്റ് ഈസ് ലിഫ്റ്റഡ് അപ്പ്. സോ ഒരു ഒബ്ജക്റ്റിനെ മുകളിലോട്ടേക്ക് ഉയർത്തുന്ന സമയത്ത് ഗ്രാവിറ്റി ചെയ്തിരിക്കുന്ന വർക്ക്, അതായത് ഗുരുത്വാകർഷണ ബലം ചെയ്തിരിക്കുന്ന പ്രവൃത്തി കണ്ടുപിടിക്കണം. സോ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം സ്ഥാനാന്തരം രേഖപ്പെടുത്തണം, ഡിസ്പ്ലേസ്മെന്റ് രേഖപ്പെടുത്തണം. നോക്കണേ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വസ്തുവിനെ മുകളിലോട്ടേക്ക് ഉയർത്തുന്നു, വസ്തുവിനെ ലിഫ്റ്റ് ചെയ്യുന്നു. സോ ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, മുകളിലോട്ടേക്കാണ്. ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം മുകളിലോട്ടേക്കാണ്. ഇനി നമ്മൾ ബലത്തിന്റെ, ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു, ഇവിടെ ചെയ്തിരിക്കുന്ന വർക്ക് ആരാ വർക്ക് ചെയ്തത്? ഗ്രാവിറ്റിയാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്
ഗുരുത്വാകർഷണ ബലമാണ്. നമുക്കറിയാം ഗുരുത്വാകർഷണ ബലത്തിന്റെ ദിശ എന്ന് പറയുന്നത് എപ്പോഴും താഴോട്ടേക്കായിരിക്കും. എങ്ങോട്ടേക്കാ? ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും താഴോട്ടേക്കാ. സോ നമ്മൾ ഫോഴ്സിനെയും അടയാളപ്പെടുത്തി. സോ ആദ്യം നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെയും രണ്ടാമത് നമ്മൾ ഫോഴ്സിനെയും രേഖപ്പെടുത്തി അവരുടെ രണ്ടുപേരുടെയും ദിശ. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും ഡിഫറെന്റ് ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, എതിർ ദിശയിലാണ്. അത്തരത്തിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എതിർ ദിശയിലാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ചെയ്തിരിക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് വർക്കാണ്. കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടോ? സോ ഇത്ര മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. ആദ്യം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് നോക്കി വെക്കുക, എന്നിട്ട് ആരാ പ്രവൃത്തി ചെയ്തത് നോക്കി അവിടെയുള്ള ബലത്തിന്റെ ദിശയും രേഖപ്പെടുത്തുക. എന്നിട്ട് ഇവിടെ ബലത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും ദിശകൾ എങ്ങോട്ടേക്കാണ് നോക്കുക. ഒരേ ദിശയിലാണെങ്കിൽ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് വർക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ് വർക്കും പറഞ്ഞു വെക്കാം. കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഓക്കെ ആണെങ്കിൽ റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ വർക്ക് ടു ബി ഡൺ ടു റൈസ് എ ബോഡി ഓഫ് മാസ് 0.1 കിലോഗ്രാം ടു എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ. തറയിലോ എവിടെയോ നിൽക്കുന്ന ഒരു വസ്തു ആയിക്കോട്ടെ, വസ്തുവിന് മുകളിലോട്ടേക്ക് ഉയർത്തുകയാണ്, റേസ് ചെയ്യാണ്. സോ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മുകളിലോട്ടേക്ക് ഉയർത്തണമെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യണം. അത്തരത്തിലുള്ള വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. W = M × G × H. മാസ് ഉണ്ടെങ്കിൽ ജിയുടെ വാല്യൂ ഉണ്ടെങ്കിൽ H അല്ലെങ്കിൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. വസ്തുവിന്റെ മാസ് തന്നു. മാസ് എന്ന് പറയുന്നത് 0.1 കിലോഗ്രാം. ജിയുടെ വാല്യൂ നമുക്കറിയാം 9.8 m/s² ആണ്. പക്ഷേ ഇവിടെ നമ്മളോട് പറഞ്ഞു 10 എടുത്തുകൊള്ളാൻ. ഓക്കെ, നമ്മൾ 10 എടുത്തു. ദാറ്റ് ഈസ് 10 m/s² ആണ്. H അല്ലെങ്കിൽ ഹൈറ്റ് നമുക്കറിയാം എത്ര മീറ്റർ ഹൈറ്റിലേക്കാണ് ഉയർത്തിയിട്ടുള്ളത്? 1 മീറ്റർ ഹൈറ്റിലേക്കാണ് ഉയർത്തിയിട്ടുള്ളത്. സോ എച്ചും നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ വർക്ക് കണ്ടുപിടിക്കാം. M × G × H ആണ്. മാസ് എന്ന് പറയുന്നത് 0.1 കിലോഗ്രാം. ജി നമ്മളോട് 10 എടുക്കാൻ പറഞ്ഞു. ഹൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. സോ 0.1 × 10 × 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 ജൂൾ എന്ന് ആൻസർ കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? സോ 0.1 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിനെ 1 മീറ്റർ ഹൈറ്റിലേക്ക് ഉയർത്താൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ വർക്കിന്റെ അളവ് എത്രയാ? അത് 1 ജൂൾ ആണ്. ഇക്വേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. വസ്തുവിന്റെ മാസിനെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഹൈറ്റും കൊണ്ട് നിങ്ങൾ അങ്ങ് ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ നിങ്ങൾക്ക് ജൂളിൽ കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. The potential energy and kinetic energy are two forms of mechanical energy. Mechanical energy രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പൊട്ടൻഷ്യൽ എനർജിയും മറ്റേത് കൈനറ്റിക് എനർജിയുമാണ്. സോ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. Which form of energy is obtained due to motion? എന്താ അതിന്റെ അർത്ഥം? ചലനം കൊണ്ട് ഒരു വസ്തുവിനുണ്ടാകുന്ന ഊർജ്ജം ഏതാണ്? ഒരു വസ്തു ചലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അയാളുടെ മോഷൻ കൊണ്ട്, ചലനം കൊണ്ട് അയാൾക്കൊരു ഊർജ്ജമുണ്ട്. അത്തരത്തിലുള്ള ഊർജ്ജത്തിനെ നമ്മൾ ഗതികോർജം എന്ന് പേരിട്ട് വിളിച്ചു. എന്താ വിളിച്ചേ? ഗതികോർജം എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പേരിട്ട് വിളിച്ചു. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇത്ര മാത്രമേ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. എന്താ മക്കളെ, നമ്മളിവിടെ നോക്കേണ്ടത് എന്താ? വസ്തുവിന് ചലനമുണ്ടോ? ചലനമുണ്ടെങ്കിൽ അയാൾക്കൊരു ഊർജ്ജമുണ്ട്. അത്തരത്തിൽ ഒരു വസ്തുവിന് അയാളുടെ ചലനം കൊണ്ടുണ്ടാകുന്ന ഊർജ്ജത്തിന് എനർജി നമുക്ക് കൈനറ്റിക് എനർജി എന്ന് പേരിട്ട് വിളിക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇൻ വിച്ച് സിറ്റുവേഷൻ എ സ്റ്റോൺ ഓഫ് മാസ് 4 kilogram will possess more energy when placed at a height of 2 meter or when traveling at a velocity of 2 m/s². എന്താ ചോദിച്ചത്? ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. 4 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവുണ്ട്. ഈ 4 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിന് എപ്പോഴാണ് കൂടുതൽ ഊർജ്ജം ഉണ്ടാവുക, എപ്പോഴാണ് കൂടുതൽ എനർജി ഉണ്ടാവുക? 2 കേസസ് നമുക്ക് തന്നു. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ വസ്തുവിനെ 2 മീറ്റർ ഹൈറ്റിലേക്ക് ഉയർത്തി. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 2 m/s² ഓടിക്കൊണ്ടിരിക്കുന്ന വസ്തുവാണ്. സോ നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞു ഏത് അവസ്ഥയിലാണ് ഈ എടുത്തിരിക്കുന്ന ഈ 4 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിന് കൂടുതൽ ഊർജ്ജം ഉണ്ടാക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കണം H ഹൈറ്റിലുള്ള വസ്തുവിന്റെ മാസ് നമുക്കറിയാം. എത്രയാ വസ്തുവിന്റെ മാസ്? വസ്തുവിന്റെ ഒബ്ജക്റ്റിന്റെ മാസ് 4 കിലോഗ്രാം ആണ്. വസ്തു എത്ര ഹൈറ്റിലുള്ളത്? വസ്തുവിന്റെ ഹൈറ്റ് നമുക്ക് തന്നു. അയാൾ 2 മീറ്റർ ഹൈറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഹൈറ്റ് കൊണ്ട്, ഇയാളുടെ പൊസിഷൻ കൊണ്ട് ഇയാൾക്ക് ഉണ്ടാകുന്ന എനർജി ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ? M × G × H ആണ്. മാസിനെ എടുക്കുക. മാസ് എന്ന് പറയുന്നത് 4 ആണ്. ജിയുടെ വാല്യൂ നമ്മളോട് പറഞ്ഞു 10 m/s² എടുത്തുകൊള്ളാൻ. സോ 10 എടുത്തു. ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. എടുത്തപ്പോൾ നമുക്ക് കിട്ടി അത് 80 ജൂൾ ആണ്. സോ ഈ വസ്തുവിന് 2 മീറ്റർ ഹൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് അയാളുടെ പൊസിഷൻ കൊണ്ട്, സ്ഥാനം കൊണ്ട് അയാൾക്കുള്ള പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജത്തിന്റെ അളവ് എന്ന് പറയുന്നത് 80 ജൂൾ ആണ് എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചു
ചോദിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വസ്തു 2 മീറ്റർ ഹൈറ്റിൽ നിൽക്കുമ്പോഴാണോ അല്ലെങ്കിൽ 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണോ ഇയാൾക്ക് ഊർജം കൂടുതലുള്ളത്, എനർജി കൂടുതലുള്ളത് എന്നാണ്. വസ്തുവിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 4 കിലോഗ്രാം ആണ്. സോ ഇയാളുടെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം നമ്മൾ കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ½ × m/v². ഹാഫ് ഇൻറ്റു മാസ് എന്ന് പറയുന്നത് 4 കിലോഗ്രാം ആണ്, വെലോസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. 2ന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് കിട്ടും, എത്ര കിട്ടും? 1/2 × 4 × 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1/2 × 2 × 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 8 ജൂൾ എന്ന് ആൻസർ കിട്ടി. കോൺസെപ്റ്റ് ക്ലിയർ ആണ്. സോ ഇത്ര മാത്രമേ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ. ഇത്ര മാത്രം നമ്മൾ നോക്കിയാൽ മതി. വസ്തുവിന് പൊട്ടൻഷ്യൽ എനർജി ആണോ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആണോ കൂടുതൽ നോക്കാം. വസ്തുവിന് അയാളുടെ ഹൈറ്റ് കൊണ്ട്, സ്ഥാനം കൊണ്ട് കിട്ടിയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി 80 ജൂളാ. എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന 2 മീറ്റർ പെർ സെക്കൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതേ മാസുള്ള വസ്തുവിന്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം എന്ന് പറയുന്നത് 8 ജൂൾ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കണം, ഈ വസ്തുവിന് പൊട്ടൻഷ്യൽ എനർജിയാണ് കൂടുതൽ, ആരെക്കാളും? കൈനറ്റിക് എനർജിയെക്കാളും.